നമ്മൾ ന്യൂസിലേക്ക് കാണാറുണ്ടല്ലേ, ഈ നിഫ്റ്റി ഇത്ര പോയിന്റ് കയറി അല്ലെങ്കിൽ സെൻസെക്സ് ഇത്ര പോയിന്റ് താഴെ വന്നു, അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് വീക്കാണ് എന്നെങ്കിലും നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ സെൻസെക്സും നിഫ്റ്റിയും എന്താണെന്നുള്ളതാണ്. അപ്പം നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നിഫ്റ്റി എന്താണ്, സെൻസെക്സ് എന്താണ് എന്നൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് വേറെ രണ്ട് ടേം കൂടി നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന് NSEയും പിന്നെ ഒന്ന് BSEയും. ഇപ്പം നമ്മൾ ഓരോ ഷെയർ വാങ്ങിക്കുന്നുണ്ടല്ലേ, പല കമ്പനികളുടെ ഷെയർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഈ വാങ്ങിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഈ ഷെയറൊക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഈ BSEയും NSE എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള എക്സ്ചേഞ്ചസ് ഉണ്ട്. ഇന്ത്യയിൽ അത് രണ്ടെണ്ണമാണ്. ഈ BSEന്റെ ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSEന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ BSE 1875 കാലഘട്ടത്താണ് ഈ BSE വന്നത്. NSE ആണെങ്കിൽ 1992 ആ സമയത്താണ് ഈ NSEന്റെ കടന്നുവരവ്. എത്ര കമ്പനികളാണ് BSE ലിസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5500ഓളം കമ്പനികൾ BSEയിൽ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. NSEയിലാണെങ്കിൽ ഏകദേശം 2500 ആ റേഞ്ചിൽ കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. മോസ്റ്റ്ലി എല്ലാ കമ്പനികളും ഈ NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യാറുണ്ട്. NSE ഉണ്ട്, BSE ഉണ്ട്. ഇപ്പം നമുക്ക് ആ സാധനം എടുത്തൊന്ന് സൈഡിൽ വയ്ക്കാം. ഇനി അടുത്തൊരു ടേം കൂടി നോക്കാം, ഇൻഡെക്സ്. ഇൻഡെക്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ചില ബുക്കുകളുടെയൊക്കെ ഫ്രണ്ടിൽ ഇൻഡെക്സ് പേജ് കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. ആ ഇൻഡെക്സ് പേജിൽ എന്തൊക്കെ ഉണ്ടാവുക, ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഉണ്ടാവും. ആ ടോപ്പിക്ക് ചിലപ്പോൾ കുറേ സബ് ടോപ്പിക്കുകൾ ഉണ്ടാവും. എന്നിട്ട് അതിലേക്ക് ഒരു പേജ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അത് ഈ ടോപ്പിക്കിലേക്കുള്ള ഒരു ഇൻഡിക്കേഷനാണ് ആ പേജ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഇൻഡെക്സ് പേജ് നോക്കുകയാണെങ്കിൽ ആ ബുക്കിൽ എന്തൊക്കെയുള്ളത് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഇൻഡെക്സ് പേജിൽ ആ ഒരു ഫുൾ ബുക്കിൻ്റെ നമുക്കൊരു ഓവറോൾ ഒരു ഐഡിയ കിട്ടും. ആ ബുക്ക് എന്തിനെ കുറിച്ചാണെന്ന്, നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ ഒരു ഓവറോൾ ഐഡിയ ആ ഇൻഡെക്സ് പേജിൽ നിന്ന് കിട്ടും. ഇപ്പം നമുക്കത് സ്റ്റോക്ക് മാർക്കറ്റ് ടേംസിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കിപ്പോൾ ആ NSEയും BSEയും ഇവിടേക്ക് എടുക്കാം. ഈ NSEയും BSEയും ഒരു 2 ബുക്കായിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു BSEയിൽ ഏകദേശം 5500 കമ്പനി ഉണ്ട്, NSEയിൽ നമുക്ക് ഏകദേശം 2500 കമ്പനികളുണ്ടെന്ന്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഇത്രയും കമ്പനികൾ അനലൈസ് ചെയ്യാൻ പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളുടെ ആ ബുക്കിൻ്റെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അതിനൊരു ഇൻഡെക്സ് പേജ് ഉണ്ടെങ്കിലോ, ഇൻഡെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബുക്കിൻ്റെ ഓവറോൾ ഐഡിയ കിട്ടുമല്ലോ. അതുപോലെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ടേംസിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻഡെക്സ് ഉണ്ടെങ്കിൽ അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. പിന്നെ ആ മൊത്തത്തിൽ ആ 5000 കമ്പനികൾ എങ്ങനെ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ 2500 കമ്പനികൾ എങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടുകയാണെങ്കിലോ അതെല്ലാം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സംഭവം. അതാണ് ഈ സെൻസെക്സും നിഫ്റ്റി 50 എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. NSEന്റെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്, BSEന്റെ ഇൻഡെക്സ് ആണ് സെൻസെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മൊത്തത്തിൽ ആ 5500ഓളം വരുന്ന കമ്പനികൾ എങ്ങനെയാണ് പെർഫോം ചെയ്യണമെന്ന് നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാവും. നിഫ്റ്റി 50 നമ്മൾ നോക്കുകയാണെങ്കിൽ പേര് പോലെ തന്നെ ഇതിൽ ടോപ്പ് 50 കമ്പനികളാണ് നിഫ്റ്റി 50ൽ എടുക്കുക. സെൻസെക്സിലാണെങ്കിൽ ടോപ്പ് 30 കമ്പനികളാണ് കൺസിഡർ ചെയ്യുക. ഈ ടോപ്പ് 50 കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റന്റ് ഒരു 50 കമ്പനി ആയിരിക്കില്ല വരിക. ഇപ്പോൾ ഒരു കമ്പനിയുടെ പെർഫോമൻസ് മോശമായി കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് വേറെ ഒരു കമ്പനി കയറി വരും. അങ്ങനെയാണ് ഇത് വർക്ക് ആവുക. സോ എപ്പോഴും ഈ 50 കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ 50 കമ്പനി അല്ല, അതിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ഇത് മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പോൾ ഓരോ കമ്പനികളുടെ പെർഫോമൻസ് മോശമാകുമ്പോഴും അടുത്തടുത്ത കമ്പനികൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഈ സാധനം മാറിക്കൊണ്ടിരിക്കും. നമ്മൾ നോക്കുന്നത് ടോപ്പ് കമ്പനികളാണല്ലോ, അവർ നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിക്കാണ് പെർഫോം ചെയ്യണമെന്ന്. അങ്ങനെ നമ്മൾക്ക് പറയാൻ പറ്റും ഇന്ത്യൻ എക്കണോമി ഇപ്പോൾ നല്ല രീതിക്കാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഇന്ത്യൻ എക്കണോമിൻ്റെ പെർഫോമൻസ് അറിയാൻ ജസ്റ്റ് നിഫ്റ്റി 50 അല്ലെങ്കിൽ സെൻസെക്സ് മാത്രം നോക്കിയാൽ മതി. ഓവറോൾ എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഡെവലപ്പിംഗ് ആണോ അതോ നമ്മളുടെ എക്കണോമി ഡൗൺ ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾക്ക് എന്താണ് സെൻസെക്സ്, എന്താണ് നിഫ്റ്റി 50 എന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം അത്രയൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ കോണ്ടന്റ് കാണാനായിട്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കുറേ പേരുടെ ഇടയിൽ എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.